നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യമാകെ 66ാമത് റിപ്പബ്ലിക് ദിനാഘോഷം. കിഴക്കൻ മേഖലയിൽ ആഘോഷം പ്രൌഢം. പുനലൂരിൽ ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നു. പത്തനാപുരം ആസ്ഥാനമായി പുതിയ താലൂക്ക് രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷം ഗംഭീരം. തെന്മലയിൽ കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. പുനലൂർ താലൂക്ക് തല റിപ്പബ്ലിക് ദിനാഘോഷം രാവിലെ 8:30 പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ തുടങ്ങി. താലൂക്ക് രൂപപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷമായിരുന്നു ഇത്തവണത്തേത്. രാവിലെ 8:30 പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു പതാക ഉയർത്തി താലൂക്ക് തല റിപ്പബ്ലിക് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. മുൻകാലത്തെ പ്രൌഢി അവകാശപ്പെടാനില്ലെങ്കിലും ഘോഷയാത്രയിൽ നഗരത്തിലെ മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അണിനിരന്നു. ഘോഷയാത്ര പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. മരത്തിന്റെ ഉള്ളോട്ടും അപ്പുറത്തെ ഹാപ്പികളിലും വീഡിയോ പിടിക്കോളി. അതെന്തൊരു പരിപാടി.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മലയിൽ കല്ലടയാറ്റിൽ യുവാവ് മുങ്ങിമരിച്ചു. കൊല്ലം മുണ്ടക്കൽ സ്വദേശി ഷാജി എന്ന 26-കാരനാണ് മുങ്ങിമരിച്ചത്. കുളിക്കാനിറങ്ങുമ്പോൾ കാൽവഴുതി വീഴുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. കൂട്ടുകാരുമൊത്ത് കഴുതുരുട്ടിയാറിൽ തെന്മല MSL ഭാഗത്ത് കുളിക്കാനിറങ്ങവെയാണ് ഷാജി വെള്ളത്തിൽ വീണത്. ഷാജിക്കൊപ്പം ഉണ്ടായിരുന്നവർ വെള്ളത്തിൽ ഇറങ്ങിയ ശേഷം തിരിഞ്ഞു നോക്കവേ ഷാജിയെ കാണാതായതായി പറയുന്നു. ഇതേ തുടർന്ന് ഇവർ പോലീസിനെ വിവരമറിയിച്ചു. തെന്മല സബ് ഇൻസ്പെക്ടർ രാജേഷും സംഘവും സ്ഥലത്തെത്തി ഫയർഫോഴ്സിനെ വരുത്തി തെരച്ചിൽ നടത്തി. നാട്ടുകാരും പുനലൂർ ഫയർഫോഴ്സും സംയുക്തമായി അരമണിക്കൂറോളം തെരച്ചിൽ നടത്തിയ ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. പുനലൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സതീഷ് ബാബു, വിക്രമൻ, രാമൻകുട്ടി, നൌഷാദ് തുടങ്ങിയവർ തെരച്ചിലിന് നേതൃത്വം നൽകി. ഷാജിക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേരെയും തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തെന്മല. ബാർക്കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ മന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പത്തനാപുരത്ത് ഭിക്ഷാടന സമരം സംഘടിപ്പിച്ചു. KM മാണി കുടുംബ സഹായ ഫണ്ട് വിജയിപ്പിക്കണമെന്ന ബോർഡുകളുമായി ഡിവൈഎഫ്ഐ നേതാക്കൾ പട്ടണത്തിൽ ഭിക്ഷാടനം നടത്തി. പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഡ്രൈവർമാർ, വഴിയാത്രക്കാർ, വ്യാപാരികൾ എന്നിവരിൽ നിന്ന് ഭിക്ഷാടനം നടത്തി. മൺചട്ടിയിൽ മദ്യക്കുപ്പിയുമായി പ്രവർത്തകർ സെൻട്രൽ ജംഗ്ഷൻ മുതൽ ടൌൺ പള്ളിക്ക് സമീപം വരെ ഭിക്ഷയെടുത്തു. കോടികൾ കോഴ വാങ്ങി ബാറുകൾ പ്രവർത്തിക്കാൻ അനുമതി നൽകിയ KM മാണി കേരളത്തിലെ അഴിമതിക്കാരിൽ പ്രമുഖനായി മാറിയെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് S സജീഷ് ആരോപിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിലെ മന്ത്രിമാരിൽ രണ്ടാമനായ KM മാണിക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് പണമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി ഇന്ന് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പണമില്ലാത്ത അടിസ്ഥാനത്തിൽ ഇതൊരു ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ഇന്ന് ഈ പട്ടണത്തിലിറങ്ങി പിച്ച് എടുത്തുകൊണ്ട് യാചിച്ചുകൊണ്ടാണ് മാണിക്ക് പൈസ സംഭാവനയായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഒരു മുച്ചീട്ട് കളിക്കാരനായി കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി മാണി മാറിക്കൊണ്ടിരിക്കുകയാണ്. മെയ് രാജാ വെയ് എന്ന് പറഞ്ഞതുപോലെ അടച്ച ബാറ്, പൂട്ടിയ ബാറുകൾ തുറന്നു പ്രവർത്തിക്കുന്നതിനും പൂട്ടിയവ തുറന്ന് പ്രവർത്തിക്കാതിരിക്കുന്നതിനുമായി കോടിക്കണക്കിന് രൂപയാണ് ഈ അഴിമതിയിലൂടെ മാണി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയെല്ലാം വെള്ളപൂശപ്പെടുന്നതിന് വേണ്ടി ചില കോൺഗ്രസ് വക്താക്കളും ചില മാണി ഗ്രൂപ്പ് വക്താക്കളും നിറഞ്ഞിരിക്കുകയാണ്. കേരളീയ മനസ്സാക്ഷി ഇത് കണ്ടറിഞ്ഞുകൊണ്ട് ഈ നാടിനെ ദുഷിച്ചതിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ നാട്ടിലെല്ലാം അനുകരിച്ചുകൊണ്ടിരിക്കപ്പെടുന്നത്. ഭിക്ഷാടന സമരത്തിന് ഡിവൈഎഫ്ഐ നേതാക്കളായ AB അൻസാർ, റെജിമോൻ, രതീഷ് ചേകം, RL വിഷ്ണുകുമാർ, ഡെൻസൺ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ആസ്ഥാനമായി പുതിയ താലൂക്ക് രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷം പ്രൌഢഗംഭീരമായി. പഞ്ചായത്ത് നടത്തിയ ആഘോഷത്തിൽ പട്ടണം ഒന്നാകെ അണിനിരന്നു. നടുക്കുന്ന് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ പതാകയേന്തിയ ഭാരതാംബയ്ക്ക് പിന്നിലായി ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പൊതുപ്രവർത്തകരും അണിനിരന്നു. ഗാന്ധിഭവൻ അന്തേവാസികളുടെ നേതൃത്വത്തിലുള്ള ബാൻഡുമേളം ഘോഷയാത്രയിൽ ശ്രദ്ധേയമായി. അല്ലമീൻ പബ്ലിക് സ്കൂൾ, പത്തനാപുരം നടുക്കുന്ന് ഹൈസ്കൂൾ, സെന്റ് മേരീസ് റെസിഡൻഷ്യൽ ഹൈസ്കൂൾ, സെന്റ് സ്റ്റീഫൻസ് ബോയ്സ് ഹൈസ്കൂൾ, മൌണ്ട് താപ്പോർ ഗേൾസ് ഹൈസ്കൂൾ, ഇടത്തറ മുഹമ്മദൻസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഘോഷയാത്രയിൽ അണിനിരന്നു. മേഖലയിലെ വിദ്യാലയങ്ങൾ
ഘോഷയാത്രയിൽ അണിനിരന്നപ്പോൾ പ്രധാന പാത മനുഷ്യ സമുദ്രമായി. ആശാവർക്കർമാരുടെയും ആരോഗ്യരക്ഷാ പ്രവർത്തകരുടെയും അംഗൻവാടി കുടുംബശ്രീ പ്രവർത്തകരുടെയും പങ്കാളിത്തം ശ്രദ്ധേയമായി. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരും ഘോഷയാത്രയിൽ സജീവമായി. കാരമൂട് റെസിഡൻസ് അസോസിയേഷൻ, വൺ വേ റെസിഡൻസ് അസോസിയേഷൻ, പഞ്ചായത്ത് ലൈൻ അസോസിയേഷൻ, ചേലക്കോട് റെസിഡൻസ് അസോസിയേഷൻ, സെന്റ് മേരീസ് റെസിഡൻസ് അസോസിയേഷൻ, നെടുമ്പറമ്പ് റെസിഡൻസ് അസോസിയേഷൻ, ശാലയം റെസിഡൻസ് അസോസിയേഷൻ, റിപ്പബ്ലിക്കൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ, അയൽക്കൂട്ട അംഗങ്ങൾ തുടങ്ങിയവർ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അണിനിരന്നു. വിമുക്ത ഭടന്മാരും പെൻഷൻ ജീവനക്കാരും ആധാരമെഴുത്തു ജീവനക്കാരും വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളും ഓട്ടോ ടാക്സി ജീവനക്കാരും ഫോട്ടോഗ്രാഫർമാരുമെല്ലാം ദേശഭക്തി വിളിച്ചറിയിക്കുന്ന ഈ ഘോഷയാത്രയിൽ അണിനിരന്നു. പത്തനാപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി യുവജന പ്രസ്ഥാനങ്ങൾ ഘോഷയാത്രയുടെ ചിട്ടയായ വിജയത്തിന് സഹായകമായി. പത്തനാപുരം ടൗൺ ഫുട്ബോൾ ക്ലബിന്റെയും കുണ്ടയം ഇലാഹി ക്ലബിലെയും അംഗങ്ങൾ വാളണ്ടിയർമാരായി പ്രവർത്തിച്ച് പരിപാടികൾ നിയന്ത്രിച്ചു. ആളുകൾ കടന്നു പോകുന്നു. പത്തനാപുരത്തിന്റെ ബഹുമാനനായ വൈസ് പ്രസിഡന്റ് ശ്രീ രാഷ്ട്രീയ മിനിസ്റ്റർ ഓഫ് പ്രദേശ് പത്തനാപുരം ആളായപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ വിദ്യാർത്ഥികൾ വൈവിധ്യങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. അംഗൻവാടി പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മൾ ഗവൺമെന്റിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പത്തനാപുരം താലൂക്ക് ആസ്ഥാനത്ത് കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ പതാക ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാസി നായർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കുകൊണ്ടു. പത്തനാപുരം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഘോഷയാത്ര അവസാനിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഫാത്തിമ ഖാന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിലീപ് കുമാർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഹരിപ്രകാശ്, ജനറൽ കൺവീനർ പ്രദീപ് ഗുരുകുലം, എം ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാസി നായർ ഉൾപ്പെടെ ത്രിതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജനപ്രതിനിധികളും അടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. 10 ദിവസത്തെ മുന്നൊരുക്കം മാത്രമാണ് പത്തനാപുരം താലൂക്കുതല റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഉണ്ടായിരുന്നത്. ആഘോഷ കമ്മിറ്റിയുടെ ഒത്തിണക്കവും ചുക്കാൻ പിടിച്ച മൂവർ സംഘത്തിന്റെ സംഘാടന മികവുമാണ് ആഘോഷം വിജയത്തിലെത്തിച്ചതെന്ന് പത്തനാപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു.
പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക് ദിനാഘോഷം വൻ വിജയമായത് ദേശസ്നേഹികളുടെ ഐക്യത്തിന്റെയും പരിപാടിക്ക് ചുക്കാൻ പിടിച്ച മൂവർ സംഘത്തിന്റെ നിശബ്ദ പ്രവർത്തനത്തിന്റെയും ഫലമായാണ്. 10 ദിവസം മാത്രം മുൻപാണ് ഗ്രാമപഞ്ചായത്ത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിക്കണമെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. ചുരുങ്ങിയ ദിവസങ്ങളാണ് ഒരുക്കത്തിനുണ്ടായിരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും മേൽനോട്ടത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റി ചെയർമാൻ ഹരിപ്രകാശ്, ജനറൽ കൺവീനർ പ്രദീപ് ഗുരുകുലം, ഘോഷയാത്രാ കൺവീനർ MM ഷെരീഫ് എന്നിവർ ദേശസ്നേഹികളുടെ സഹായത്തോടെ നടത്തിയ നിശബ്ദ പ്രവർത്തനം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ വിജയത്തിന് കാരണമായി. സാംസ്കാരിക പ്രവർത്തകനും പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാരനുമായ MM ഷെരീഫിന്റെ സംഘാടന മികവ് ഘോഷയാത്രയുടെ വിജയത്തിന് ഏറെ ഗുണകരമായി. സംഘാടക സമിതിക്കൊപ്പം അല്ലമീൻ പബ്ലിക് സ്കൂളിലെ PTA പ്രസിഡന്റ് PJ ഷാനവാസും പൊതുപ്രവർത്തകനായ PS ഷാജഹാനും പത്തനാപുരം ടൗൺ ഫുട്ബോൾ ക്ലബ് അംഗങ്ങളും കുണ്ടയം ഇലാഹി ഫുട്ബോൾ ക്ലബ് അംഗങ്ങളും സജീവമായി രംഗത്തുണ്ടായിരുന്നു. പത്തനാപുരം ആസ്ഥാനമാക്കി റിപ്പബ്ലിക് ദിനാഘോഷം ആരംഭിച്ച കാലം മുതൽ അതിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകനായ പ്രദീപ് ഗുരുകുലമാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ആരംഭകാലം മുതൽ ഘോഷയാത്രയിൽ പങ്കുകൊണ്ട് കടന്നുവരുന്ന വിദ്യാർത്ഥികൾക്ക് ദാഹജലം നൽകി സഹായിക്കുന്ന KPC കേറ്ററിംഗ് സർവീസ് ഉടമ ജോൺസനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഫാത്തിമ ഖാൻ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. തെന്മല പഞ്ചായത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷം പ്രൌഢഗംഭീരമായി. വിവിധ സ്കൂളുകളും പഞ്ചായത്ത് അധികൃതരും സംഘടനകളും അണിനിരന്ന റാലി ദേശസ്നേഹവും ഒത്തൊരുമയും വിളിച്ചോതി. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ ഇടമൺ 34 ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഇടമൺ LP സ്കൂൾ ജംഗ്ഷൻ വഴി ഇടമൺ സത്രം ജംഗ്ഷനിലെത്തി തിരികെ ഇടമൺ UP സ്കൂൾ അങ്കണത്തിൽ അവസാനിച്ചു. ഘോഷയാത്രയിൽ പഞ്ചായത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, സാമുദായിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായികൾ, ഓട്ടോ ടാക്സി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. അലങ്കരിച്ച വാഹനങ്ങളും ഫ്ലോട്ടുകളും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ചെണ്ടമേളങ്ങളും ബാൻഡുമേളവും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ ആരംഭിച്ച പൊതുസമ്മേളനം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വർഷം തോറും പങ്കാളിത്തം കൂടിവരുന്ന പഞ്ചായത്തിലെ റിപ്പബ്ലിക് ദിനാഘോഷം പഞ്ചായത്തിന്റെ ഒത്തൊരുമയാണ് കാണിക്കുന്നതെന്ന് K ശശിധരൻ പറഞ്ഞു. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ റിപ്പബ്ലിക് ദിന പരിപാടി നമ്മുടെ തെന്മല പഞ്ചായത്തിലെ എല്ലാ മേഖലയിലുമുള്ള സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ള ജനവിഭാഗങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ പരിപാടിയെ വലിയ വിജയത്തിലേക്ക് എത്തിക്കേണ്ട ഭാഗമായി മുന്നോട്ട് കടന്നു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. ഇതുവരെയും പങ്കെടുത്തിട്ടില്ലാത്ത അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ ഈ പരിപാടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ കാലം വ്യത്യസ്തമായി കൂടുതൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. കുടുംബശ്രീ പ്രവർത്തകർ, സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങി എല്ലാ തരത്തിലുള്ള ആളുകൾ കഴിഞ്ഞ വർഷത്തിൽ വ്യത്യസ്തമായി കൂടുതൽ ഈ പരിപാടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഘോഷയാത്രയിൽ ഈ റിപ്പബ്ലിക് ദിന റാലിയിലെല്ലാം പങ്കെടുക്കുവാൻ ഇവിടെ കടന്നു എന്നുള്ളത് നമ്മളെ എല്ലാം വളരെയേറെ സന്തോഷിപ്പിക്കുകയാണ്. തെന്മല പഞ്ചായത്തിലെ തന്നെ ദേശീയ ഉത്സവത്തിന്റെ പ്രതീതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയെ വിജയപ്രദമാക്കുന്നതിന് കടന്നു വന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ അവസരം നൽകുകയാണ്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM സലീം അധ്യക്ഷനായി. പ്രൊഫസർ P കൃഷ്ണൻകുട്ടി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച B ദേവരാജൻ നായർ, ആഞ്ചല ശാന്തകുമാർ, ഷമീർ, അലീഷ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പൊതുസമ്മേളനത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ, ഷൈനി ബിജു, ഉഷാകുമാരി, വിജയകുമാരി തുടങ്ങിയവർ സന്നിഹിതരായി. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് VM സലീം, AT ഫിലിപ്പ്, അശോക് കുമാർ, N കോമളകുമാർ, K അരുമരാജൻ, സ്റ്റാർ C രത്നാകരൻ, VS മണി, ഇടമൺ റജി, G മോഹൻദാസ്, B ലത, A സലീം, T കബീറുദ്ദീൻ, S സുനിൽകുമാർ, R സത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തെന്മല. കിഴക്കൻ മേഖലയിലെ മിക്ക സ്കൂളുകളും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കുചേർന്നു. കടക്കൽ നെഹ്റു മെമ്മോറിയൽ സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കടക്കൽ നെഹ്റു മെമ്മോറിയൽ സ്കൂളിൽ ചെയർമാൻ പതാക ഉയർത്തി. ശുഭലാ ശുച
സ്കൂൾ പ്രിൻസിപ്പൽ രമണൻ അധ്യക്ഷനായി. കുട്ടികൾ ദേശഭക്തി ഗാനം ആലപിച്ചു. ചിത്ര ഗവൺമെന്റ് HSS, LPS, കടക്കൽ VHSS, UPS എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. SPC, JRC, സ്കൌട്ട്, സ്കൂളുകളിലെ വിവിധ ക്ലബ്ബുകൾ തുടങ്ങിയവ അണിനിരുന്ന ഘോഷയാത്രയും നടന്നു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ചടയമംഗലം മേഖല ആരംഭിച്ച പ്രാദേശിക വാർത്ത ജനങ്ങളിലേക്ക് MLA മുല്ലക്കര രത്നാകരൻ പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ സത്യം വീട്ടിലും വ്യക്തിയിലും എത്തിക്കുക എന്നതാണ് പത്രധർമ്മം. അതിൻ്റെ ഭംഗി എത്രത്തോളം ഇന്ന് നിലനിർത്താൻ കഴിയുന്നുണ്ടെന്നുള്ളത് പത്രപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണ്. ഓരോ കാലത്തും സത്യത്തിൻ്റെ നിർവചനം പലതായിരിക്കും. അതുകൊണ്ടാണ് ഈ സത്യമാണ് ദൈവം എന്ന് ഗാന്ധി പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തന്നെ ഒരുപാട് വിശദീകരിക്കേണ്ടി വന്നത്. കാരണം ഒരാളിൻ്റെ സത്യം വേറൊരാൾക്ക് സത്യമാവണമെന്നില്ല. ഒരു കാലത്തെ സത്യം വേറൊരു കാലത്തെ സത്യമാവണമെന്നില്ല. നിത്യമായ സത്യം എന്ത് എന്ന ചോദ്യത്തിനെല്ലാം ലോകത്ത് ഒരുപാട് തർക്കങ്ങളുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം, ആ സംഭവം നാട്ടിലെ സംഭവമാകുമ്പോൾ നാട്ടുകാർക്ക് അറിവുള്ള കാര്യമായിരിക്കും. എന്നാൽ അതിൻ്റെ പിന്നിൽ അറിയപ്പെടാത്ത ഒരുപാട് സത്യങ്ങളുണ്ടായിരിക്കും. ഈ അറിയപ്പെടാത്ത സത്യങ്ങളെ പുറത്തു കൊണ്ടുവരാനാണ് നമ്മുടെ പോലീസും നിയമ സംവിധാനവും പത്രപ്രവർത്തകരും എല്ലാം ചേർന്ന ഒരു സംവിധാനമുള്ളത്. കടയ്ക്കൽ നെഹ്റു മെമ്മോറിയൽ മോഡൽ സ്കൂളിൽ വെച്ചായിരുന്നു ചടങ്ങ്. അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് K. ജയകുമാർ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് G. ശങ്കർ ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കടയ്ക്കൽ CI B. ഹരികുമാർ പൂജാകർമ്മത്തിന് നേതൃത്വം നൽകി. അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം VS ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കടയ്ക്കൽ SI MA കബീർ, BJP ദേശീയ സമിതി അംഗം K. ശിവദാസൻ, K. ശിവൻ, R. രമണൻ, ഷാജി പ്രഭാകർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ ചെമ്മന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ജനുവരി 30 മുതൽ ഫെബ്രുവരി 3 വരെ നടക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. താലപ്പൊലി, ചെണ്ടമേളം, ശിങ്കാരിമേളം, ഫ്ലോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ കാവടി ഘോഷയാത്ര തൃക്കോതേശ്വര മഹാദേവർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ടൗൺ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, സ്റ്റേഡിയം ജംഗ്ഷൻ എന്നിവിടങ്ങൾ വഴി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കും. ഉത്സവ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും വിവിധ കലാപരിപാടികളും നടക്കും. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നതെന്ന് ക്ഷേത്രകാര്യ കമ്മിറ്റി സെക്രട്ടറി S. ജയദേവൻ നായർ പറഞ്ഞു. തൈപ്പൂയ ദിവസം ഈ വർഷം ജനുവരി മാസം 30 കൊടിയേറി 31, 1, 2, 3 തീയതി ഫെബ്രുവരി 3 തീയതിയാണ് തൈപ്പൂയം നമ്മൾ ആഘോഷിക്കുന്നത്. കാവടി എഴുന്നള്ളത്ത്, കാവടി അഭിഷേകം, കഞ്ഞിസദ്യ, വിവിധ കലാപരിപാടികൾ, നൃത്തങ്ങൾ, കരോക്കെ ഗാനമേള, സംഗീത കച്ചേരി, ആധ്യാത്മിക പ്രഭാഷണം, നാടൻപാട്ടും ദൃശ്യാവിഷയങ്ങളും, അങ്ങനെ വിപുലമായ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ചൈതന്യവർദ്ധനവിനായി നടത്തുന്ന ഉത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ക്ഷേത്രം മേൽശാന്തി ശിവപ്രസാദ് പോറ്റി അഭ്യർത്ഥിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചൈതന്യവർദ്ധനവ് ഈ ചെമ്മന്തൂർ ദേശം മുഴുവൻ വ്യാപിക്കുകയും അതുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഉത്സവം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ. 4-ാം ദിവസം സുബ്രഹ്മണ്യന്റെ ഏറ്റവും ഇഷ്ട വഴിപാടായ സ്കന്ദഹോമം ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് നടത്തുകയാണ്. അപ്പോൾ ഈ സ്കന്ദഹോമം നടത്തുവാനായിട്ട് താല്പര്യപ്പെടുന്ന എല്ലാ ഭക്തജനങ്ങളും, അതായത് കുജദോഷ പരിഹാരത്തിനായിട്ട്, അതുപോലെ തന്നെ കുജന്റെ ബുദ്ധിമുട്ടുകൊണ്ട് മാംഗല്യ തടസ്സങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്കന്ദഹോമം ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ അതിലെല്ലാ ജനങ്ങളും പങ്കെടുക്കുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും.
രാജ്യമാകെ 66ാമത് റിപ്പബ്ലിക് ദിനാഘോഷം. കിഴക്കൻ മേഖലയിൽ ആഘോഷം പ്രൗഢം. പുനലൂരിൽ ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നു. പത്തനാപുരം ആസ്ഥാനമായി പുതിയ താലൂക്ക് രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷം ഗംഭീരം. തെന്മലയിൽ കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.